ഇന്ത്യൻ സൂപ്പർ ലീഗ് ചത്താലും ജീവിച്ചാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടന്നാലും ഇല്ലെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. അത് അന്നും ഇന്നും എന്നും എപ്പോഴും ലൈവാണ്. നിങ്ങൾക്ക് യോഹാൻ ബെഞ്ചമിൻ എന്ന് പറയുന്ന താരത്തിനെ കുറിച്ച് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുവേഫ യൂത്ത് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് മുംബൈ മലയാളിയായ യോഹാൻ ബെഞ്ചമിൻ. ആള് കളി പഠിച്ച് വളർന്നു വന്ന വഴിയൊക്കെ പറയാനാണെങ്കിൽ നമ്മുടെ ബംഗളൂരിലെ ബാഴ്സലോണ അക്കാദമിയിൽ കൂടി കളി പഠിച്ചു വന്ന അദ്ദേഹം പിന്നീട് പഞ്ചാബിലേക്കും പിന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമായ മേഘാലയയിലേക്കും ഒക്കെ പോയി കളി പിടിച്ച് വളർന്നു വന്നതിന് ശേഷമാണ് അദ്ദേഹം സ്ലൊവേനിയൻ ക്ലബ്ബായിട്ടുള്ള NK ബ്രാവോയിലേക്ക് വരുന്നത്. ബ്രാവോയിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ നാഷണൽ ടീമിലേക്കും വിളി എത്തുന്നുണ്ട്. ഇടംകാല് കൊണ്ട് വളരെ വന്യമായിട്ടുള്ള ഷോട്ടുകൾ തീർക്കാൻ കഴിയുന്ന അപാര ബോൾ കൺട്രോൾ ഉള്ള ഒരു താരമാണ് മലയാളി കൂടിയായിട്ടുള്ള യോഹാൻ ബെഞ്ചമിൻ. ഈ യോഹാൻ ബെഞ്ചമിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോയ്ക്കെതിരെ യുവേഫ യൂത്ത് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു ചരിത്രം കുറിച്ചിട്ടുള്ള താരമാണ്. അതവിടെ നിൽക്കട്ടെ. താരം സ്ലൊവേനിയൻ ക്ലബ്ബിലാണല്ലോ കളിക്കുന്നത്. അപ്പം സ്ലൊവേനിയയിൽ ആകെ പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും പറയാനുള്ള ഒരൊറ്റ ക്ലബിൻ്റെ പേര് മാത്രമാണ്, അത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ പണ്ട് കളിച്ചിരുന്ന സ്ലൊവേനിയൻ താരമായിട്ടുള്ള മത്തേയി പോപ്ലാൻഡിക്കിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഹെഡർ ഗോളുകളുമായിട്ട് ഉയരമില്ലെങ്കിലും ഹെഡർ ഗോളുകൾ നേടുന്ന നമ്മുടെ മനം കവർന്ന താരമായിരുന്നു മത്തേജ് പോപ്ലാൻഡിക്. അദ്ദേഹം സ്റ്റോയാനോവിച്ചും ഒക്കെ ആ സീസണിലെ വളരെ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിച്ച താരങ്ങളാണ്. അപ്പം മത്തേജ് പോപ്ലാൻഡിൽ കൂടെ ഇവിടുത്തെ തിങ്ങി നിറഞ്ഞ കാലറികളെക്കുറിച്ചും മറ്റ് സംഗതികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അവിടെ നല്ല പ്രചരണം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഫുൾ പാക്ഡ് സ്റ്റേഡിയത്തിനെ കുറിച്ചൊക്കെ അവിടുത്തെ ആളുകൾ ചോദിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് മാത്രമാണ് ഇന്ത്യൻ ഫുട്ബോളിൽ സ്ലൊവേനിയൻ ജനതയ്ക്ക് അറിയാവുന്നത് എന്നാണ് യോഹാൻ ബെഞ്ചമിൻ പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ പവർ. എടുത്തു പറയാൻ കിരീടമൊന്നുമില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഫാൻ പവർ കൊണ്ട് പേരെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് പറ്റുന്നുണ്ട്.